ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഖത്തറിലെ ദോഹയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഖത്താര പ്രവിശ്യയിലെ പാർപ്പിട സമുച്ചയത്തിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കൾ താമസിച്ച കെട്ടിടമാണ് ആക്രമിച്ചതെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു. ഹമാസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഖലീൽ അൽ ഹയ കൊല്ലപ്പെട്ടെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് ഖത്തറും തുടക്കം മാത്രമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചു. വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചകൾക്കിടെയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം. ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്രസ്ഫോടനം. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. നിരവധി തവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ. ഗസയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ ആസ്ഥാനമായി ഹമാസ് നേതാക്കൾ ഖത്തർ തലസ്ഥാനം ഉപയോഗിച്ചു വരുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപണം. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. അമേരിക്കയുടെ അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണമെന്നാണ് വിവരം. 2 ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ മധ്യസ്ഥ ചർച്ചകളും ഖത്തർ അവസാനിപ്പിച്ചു. ഖത്തറിന് പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങളും രംഗത്തെത്തി. ആക്രമണത്തെ സൗദി അറേബ്യയും UAEയും അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ അപലപിച്ച് അറബ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തി. സ്വതന്ത്രമായി നടത്തിയ ആക്രമണമെന്നും തുടങ്ങിവെച്ചത് പൂർത്തിയാക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. എന്നാൽ അമേരിക്ക വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആക്രമണം ഭീരുത്വമെന്നും നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്നും ഖത്തറിന്റെ വിശദീകരണവും വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇപ്പോൾ ഇറാൻ നടത്തിയ പ്രത്യാക്രമണം പോലെ ആ നിലയിൽ ഒരു പ്രത്യാക്രമണം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നാണ് ലോകം ആശങ്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ നിലയിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും അത് കുറേ നാളുകൾ കൂടി വീണ്ടും അശാന്തിയുടെ ദിവസങ്ങൾ നമുക്ക് സമ്മാനിക്കുമോ എന്നൊരു ആശങ്ക ലോകത്തിനുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? ഈ ഹമാസിന് അവർ പറയുന്ന അവരുടെ നേതാക്കളൊക്കെ സുരക്ഷിതരാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആക്രമണത്തിന് ശേഷമുള്ള മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത്? അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം എന്ന് നമുക്കറിയാമല്ലോ വിജയകുമാർ. ആ അപ്രതീക്ഷിതമായ ആക്രമണം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇസ്രായേൽ പ്ലാൻ ചെയ്തതാണെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇസ്രായേലിനൊരു മറ്റൊരു സഹായം, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഖത്തറിനെ സംബന്ധിച്ചാണ്. ഖത്തർ 2 രാജ്യങ്ങൾ, ഇസ്രായേലും ഹമാസും അല്ലെങ്കിൽ ഹമാസ് എന്ന സംഘടനയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്കും വെടിനിർത്തൽ ചർച്ചകൾക്കും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് വർഷങ്ങളായി ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഖത്തറിൽ നിന്നുകൊണ്ടാണ്, ദോഹയിൽ നിന്നുകൊണ്ടാണ് ഹമാസിൻ്റെ നേതാക്കൾ എല്ലാവരും ഈ ചർച്ചകൾ പങ്കെടുക്കുന്നത്. അതിനായിട്ടാണ് അവർ അവിടെ എത്തിയതും. അവർ താമസിക്കുന്ന സ്ഥലവും അങ്ങനെയുള്ള സ്ഥലമാണ്. അവിടേക്കാണ് ഈ ആക്രമണം നടത്തുന്നത്. ഒരുപക്ഷെ ഹമാസും ഇസ്രായേലും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഇപ്പോൾ വിജയകുമാർ ചോദിച്ചതുപോലെയുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. പക്ഷേ ഈ പശ്ചിമേഷ്യയും അറബ് രാജ്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ ഒരുപക്ഷെ തിരിഞ്ഞേക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണമുള്ള കാരണമുണ്ടാകുന്നത് എന്തിന് ഖത്തറിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തി? 2, അതൊരു ജനവാസ കേന്ദ്രമായിരുന്നു, പ്രത്യേകിച്ചും പാർപ്പിട സമുച്ചയങ്ങളുള്ള കേന്ദ്രം. അവിടേക്ക് എന്തിന് ആക്രമണം നടത്തി? ഒരു പ്രകോപനവും ഖത്തറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഖത്തർ ഇപ്പോഴും സമാധാനത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആക്രമണത്തിന് മറുപടി എന്തായാലും വാക്കുകൾ കൊണ്ട് അറബ് രാജ്യങ്ങളെല്ലാം നൽകി കഴിഞ്ഞു. ഇറാനും സൗദിയും UAEയും സാധാരണഗതിയിൽ UAE ഒക്കെ ഇക്കാര്യത്തിലൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. അവർ പോലും പറയുന്നുണ്ട് ഇത് സഹിക്കാൻ കഴിയാത്തതാണ്, ഇത് ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേൽ നടത്തിയ വലിയ ചതിയാണ്, ആക്രമണമാണ് എന്നവർ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഈ രൂപത്തിൽ അറബ് രാജ്യങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അതിൽ അമേരിക്കയും ഇസ്രായേലും അതിനൊരു മറുപടി, ചിലപ്പോൾ അവർക്കൊരു മറുപടി കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറായേക്കും. എന്തായാലും വലിയ രൂപത്തിലുള്ള പ്രതികരണം, വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും വിശേഷം പശ്ചിമേഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രണ്ട് സ്ഥലങ്ങൾ, ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ മധ്യസ്ഥതയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ, വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അത് ഖത്തർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വെടിനിർത്തൽ കരാറിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്, അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യാക്രമണം
നടത്തുന്നത് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നത് ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, ഞങ്ങളുടെ പാർപ്പിട സമുച്ചയങ്ങളിലേക്ക് നിങ്ങൾ ആക്രമണം നടത്തിയത് അത് ശരിയായില്ല, അത് ഹീനമായ പ്രവൃത്തിയായി പോയി എന്നാണ് ഖത്തറിൻ്റെ ഭാഗത്തുണ്ടായ മറുപടി അല്ലെങ്കിൽ പ്രതികരണം. അതൊരു പക്ഷേ വിരൽ ചൂണ്ടുന്നത് ഇസ്രായേൽ ഒരു തക്കതായ മറുപടി ഇനി ഒരു പക്ഷേ ഖത്തറിൻ്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ പോലും ഈ മേഖലയെ ആകെ അശാന്തിയിലേക്ക് നയിക്കുന്ന രൂപത്തിൽ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ചിലപ്പോൾ നൽകാൻ കഴിയും. കാരണം ഹമാസിൻ്റെ ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സുപ്രധാനമായ നേതാവ് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറയുന്നു. ഹമാസ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഹമാസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ്. കാരണം സമാധാന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നത് ഹമാസിനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അത് മാത്രമല്ല, ഗസയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്ന് അവസാന മുന്നറിയിപ്പ് എന്ന പേരിൽ രണ്ടുപേരും, അത് ട്രംപും നെതന്യാഹുവും രണ്ടുപേരും അസന്നിഗ്ധമായി അവസാന മുന്നറിയിപ്പ് എന്ന പേരിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ക്ഷീണത്തിലാണ് ഇപ്പോൾ ഹമാസ് നിൽക്കുന്നത്. ആ ക്ഷീണത്തിൽ നിന്നുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിൽ ഞങ്ങൾ ചർച്ചയ്ക്കിരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിൻ്റെ നേതാക്കൾ ദോഹയിലുള്ളത്. അതിനിടയിലാണ് അങ്ങനെ ഗസയിൽ നിന്നും പൂർണ്ണമായും പിന്മാറണമെന്നും ഇത് നിങ്ങൾക്കുള്ള അവസാന മുന്നറിയിപ്പാണെന്നുള്ള വാണിംഗ്, ഒരു വലിയ മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനിടയിലാണ് അതേ ആളുകൾക്ക് നേരെ തന്നെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനെ എങ്ങനെ അവർ സഹിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും അറബ് ലോകത്തെ ഇത് വലിയ രൂപത്തിൽ അവരുടെ പ്രതിഷേധം വലിയ രൂപത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലും അറബ് ലോകത്തും വലിയ ചർച്ചകളുണ്ടാകും. അമേരിക്കയ്ക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും. ഇസ്രായേലിനെതിരെ അതിനേക്കാൾ വലിയ പ്രതിഷേധമുണ്ടാകും എന്നുറപ്പാണ് വിജയകുമാർ. യെസ്, ഇക്കാര്യത്തിൽ ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കയുടെ അറിവോടെ അവരുടെ സഹായത്തോടെ നടത്തിയ ഒരു സൈനിക നടപടി എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ സ്വതന്ത്രമായി നടത്തിയ ഒരു സൈനിക നീക്കം എന്ന നിലയിലാണ് ഇസ്രായേൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു തന്ത്രപരമായ മൗനമാണോ എന്നറിയില്ല. ഒരു പക്ഷേ ഇന്ന് വൈകാതെ അടുത്ത മണിക്കൂറുകളിൽ അമേരിക്കയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകും. അമേരിക്കയുടെ പിന്തുണയില്ലാതെ, അവരുടെ അറിവില്ലാതെ ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിരില്ല എന്നാണ് പൊതുവെ വിദേശകാര്യ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അവരുടെ നിരീക്ഷണവും അങ്ങനെ തന്നെയാണ്. എന്തായിരിക്കും അമേരിക്കൻ പ്രതികരണം എന്നത് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതൊരു കൗതുകമായി തുടരുന്നുണ്ട് അമേരിക്കയുടെ പ്രതികരണം എന്താകും എന്നതിൽ. നിലവിൽ സാഹചര്യങ്ങൾ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല എന്ന് ഖത്തർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റം അതിന് മറുപടി നൽകുമെന്ന് ഖത്തർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കുക മിഡിൽ ഈസ്റ്റിൽ എന്നതും വളരെ ഗൗരവത്തോടെ ലോകം നോക്കുകയാണ്. സമാധാനകാംക്ഷികൾക്ക് ആശങ്കയുമുണ്ട് ഇതിൻ്റെ മറുപടി എങ്ങനെ എന്നതിലൊക്കെ. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ. നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. 452 വോട്ടുകൾ നേടിയാണ് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകളാണ് ലഭിച്ചത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയേക്കാൾ 152 വോട്ട് നേടിയാണ് CP രാധാകൃഷ്ണന്റെ ഉജ്ജ്വല ജയം. Hereby declare that Shri CP Radhakrishnan, Jal Bhushan, Raj Bhavan, Walkeshwar Road, Malabar Hill, Mumbai, has been duly elected to the office of Vice President of India. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്ത് വോട്ട് ചോർച്ചയുണ്ടായി. 19 വോട്ടുകൾ ഭരണപക്ഷത്തേക്ക് പോയി. 15 വോട്ടുകൾ അസാധുവായതോടുകൂടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെ തോൽവിയുടെ ആഘാതം കൂടി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ CP രാധാകൃഷ്ണനെ അഭിനന്ദിച്ചു. പ്രതിപക്ഷത്തിന് ഐക്യമില്ലെന്ന് BJP കുറ്റപ്പെടുത്തി. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ 1ാം നിലയിലുള്ള വസുധാ ഹാളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. 24 ഡൽഹി. ഉപരാഷ്ട്രപതി വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. 19 പ്രതിപക്ഷാംഗങ്ങൾ CP രാധാകൃഷ്ണൻ അനുകൂലമായി വോട്ട് ചെയ്തു. 15 വോട്ടുകൾ അസാധുവായി. 767 വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും CP രാധാകൃഷ്ണനെ അഭിനന്ദിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ബൽറാം, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് തിരിച്ചടി അപ്രതീക്ഷിതമാണ്. ഒറ്റക്കെട്ടായി പ്രതിപക്ഷം അംഗങ്ങൾ നിന്നു എന്നാണ് വോട്ടെടുപ്പിന് ശേഷവും കോൺഗ്രസ് നേതാക്കളൊക്കെ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ കുറിച്ചത്. BJP അവർക്കൊരു 427 വോട്ട് ഉറപ്പാണ് എന്നത് മാത്രമായിരുന്നു BJPയുടെ NDAയുടെ അവകാശവാദം. NDA കരുതിയതിനപ്പുറത്തേക്ക് വോട്ട് പ്രതിപക്ഷത്തു നിന്ന് CP രാധാകൃഷ്ണന് കിട്ടിയിട്ടുണ്ട്. എന്താണ് പ്രതിപക്ഷ ക്യാമ്പിലെ ഈ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായതെന്നതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ ഇപ്പോൾ?
വിജയകുമാർ, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി തന്നെയായി എന്നുള്ളതാണ്. കണക്കുകൾ അനുസരിച്ച് തന്നെ ഈ തിരിച്ചടിയുടെ ആഘാതം ഏതാണ്ട് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഘട്ടത്തിലും ഭരണപക്ഷം അല്ലെങ്കിൽ NDA അവകാശപ്പെട്ടത് 427 വോട്ടുകളാണ് തങ്ങൾക്ക് ലഭിക്കും എന്ന്. അതേസമയം പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജയറാം രമേശ് പ്രതികരിച്ചത് 315 വോട്ടുകളെങ്കിലും തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ അത് 324 പ്രതിപക്ഷത്തിന് സംയുക്തമായി ഇരു സഭകളിലുമായുള്ള വോട്ടുകൾ. എങ്കിൽ പോലും 315 എന്ന അവകാശവാദം ജയറാം രമേശ് തന്നെയാണ് ഉന്നയിച്ചത്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്നാൽ അത് 300 വോട്ടുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി B. സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. 15 വോട്ടുകൾ അസാധുവായിരിക്കുന്നു. അത് ഇരുപക്ഷത്തു നിന്നും ഉള്ളതുമാകാം. എങ്കിൽ പോലും അതിനേക്കാൾ കുറവ് വോട്ടുകൾ ആണ് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതും ഈ ആഘാതം വർദ്ധിപ്പിക്കുന്നു. അത് 15 മുതൽ 19 വോട്ടുകൾ വരെ ഇത്തരത്തിൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഭരണപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് BJP അവകാശപ്പെടുന്നത്. എങ്കിൽ പോലും ആരാണ് ഇത്തരത്തിൽ ക്രോസ് വോട്ടിംഗ് നടത്തിയത് എന്നുള്ള ചോദ്യം പ്രതിപക്ഷ നിരയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കെട്ടുറപ്പിന് തന്നെ വലിയ ചോദ്യം ഉയർത്തുകയാണ്. അതേസമയം BJP ക്യാമ്പിൽ NDA ക്യാമ്പിൽ വലിയ ആഘോഷം നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ ഇത് പ്രഹ്ലാദ് ജോഷിയുടെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ വസതി ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ പ്രചരണവും മറ്റും നടന്നത്. ഇവിടെ മുതിർന്ന BJP നേതാക്കൾ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയും ഇവിടേക്ക് എത്തിച്ചേരും. 8:30 അദ്ദേഹം എത്തിച്ചേരുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എങ്കിൽ മറ്റ് നേപ്പാളിലെ പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ ആവശ്യമായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം വൈകിയിരിക്കുന്നത്. ഭരണപക്ഷ നിരയിലെ NDAയിലുള്ള പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ചേർന്നിരിക്കുന്നു. നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ അഭിനന്ദിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ വസതിയിൽ നിന്നുള്ള പ്രഹ്ലാദ് ജോഷിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നുള്ള CP രാധാകൃഷ്ണനെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രഹ്ലാദ് ജോഷിയുടെ വസതിയിലേക്ക് എത്തുകയാണ്. BJP ക്യാമ്പ് കരുതിയതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് ലഭിച്ചു എന്നത് അവർക്ക് അവരുടെ ആഹ്ലാദം, അവരുടെ സന്തോഷം കൂട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷ ക്യാമ്പിനെ സംബന്ധിച്ച് അവരുടെ വോട്ട് ചോർന്നു എന്നത് ചെറുതല്ലാത്ത ഒരു തിരിച്ചടിയുമാണ്. എവിടെ നിന്നാണ് വോട്ട് ചോർന്നത് എന്നത് സംബന്ധിച്ച സൂചനകളില്ല. വിപ്പ് നിലനിൽക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. രഹസ്യ ബാലറ്റ് ആയതുകൊണ്ട് വിപ്പ് നിലനിൽക്കില്ല. അതുകൊണ്ട് ആര് BJP ക്യാമ്പിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നുമില്ല. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലുമൊക്കെ പാർട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും MP-മാരോ BJP പക്ഷത്തേക്ക് കൂടുമാറിയിട്ടുണ്ടോ, ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നത് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. വെങ്കയ്യ നായിഡുവിനു ശേഷം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ചെറുപ്പം മുതൽ RSSലൂടെ വളർന്നു വന്ന നേതാവ്. CP രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ അടിയുറച്ച സംഘപരിവാർ നേതാവ്. 16-ാം വയസ്സിൽ RSSലൂടെ തുടക്കം. 1974-ൽ ജനസംഘത്തിന്റെ തമിഴ്നാട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി. BJP രൂപീകരിച്ചപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ സന്തത സഹചാരി. 1998-ൽ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് AIADMK സഖ്യത്തിന്റെ ഭാഗമായി BJP മത്സരിച്ചതിൽ വിജയിച്ച 3 സ്ഥാനാർത്ഥികളിൽ ഒരാൾ CP രാധാകൃഷ്ണനായിരുന്നു. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം. 1999-ലും കോയമ്പത്തൂരിൽ രാധാകൃഷ്ണൻ തുടർന്നു. 2004-ൽ പരാജയം രുചിച്ചു. ശേഷം 2004 മുതൽ 2006 വരെ തമിഴ്നാട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി. കേരള BJPയുടെ ചുമതലയും വഹിച്ചു. 2014-ൽ വീണ്ടും കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിയായി എത്തിയെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല. 2016 മുതൽ 2020 വരെ കേന്ദ്ര കയർ ബോർഡ് ചെയർമാനായിരുന്നു. BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായിരുന്ന CP രാധാകൃഷ്ണൻ ഇനി മുതൽ രാജ്യസഭാ അധിപനും ഉപരാഷ്ട്രപതിയുമാകുന്നു. റിസർച്ച് ഡെസ്ക് 24.
വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നേപ്പാളിനെ ഇളക്കി മറിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചു. ഇരുവരും സൈന്യത്തിന്റെ സുരക്ഷിത കേന്ദ്രത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. നേപ്പാളിന്റെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സൈനിക വക്താവ് അറിയിച്ചു. കലാപത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ കൊല്ലപ്പെട്ടു. ഝലാനാഥ് ഖനാലിന്റെ ഭാര്യ രാജ്യലക്ഷ്മി ചിത്രകാരാണ് കൊല്ലപ്പെട്ടത്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കെതിരെ തുടങ്ങിയ യുവാക്കളുടെ പ്രക്ഷോഭം സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായ ബഹുജന പ്രക്ഷോഭമായി മാറുകയായിരുന്നു. സമരം തണുപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഇന്നലെ രാത്രി പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭത്തിൽ നിന്ന് സമരക്കാർ പിന്മാറിയില്ല. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം കലാപമായി മാറി. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും മന്ത്രിമാരുടെയും വസതികളടക്കം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി. പാർലമെന്റ് മന്ദിരവും സുപ്രീം കോടതിയും ആക്രമിച്ച് തകർത്തു. മുൻ പ്രധാനമന്ത്രി ഷർ ബഹാദൂർ ദുബെയെയും കുടുംബത്തെയും പ്രതിഷേധക്കാർ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു. ധനമന്ത്രി വിഷ്ണു പ്രസാദിനെ പ്രതിഷേധക്കാർ തെരുവിൽ മർദ്ദിച്ചു. സൈന്യത്തിനും പോലീസിനും പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനായില്ല. പ്രതിഷേധം കാഠ്മണ്ഡുവിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു. ഇതോടെ ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ജൻസി വിപ്ലവം എന്ന പേരിൽ ഇന്നലെ ആരംഭിച്ച യുവാക്കളുടെ പ്രക്ഷോഭം സുരക്ഷാസേന അടിച്ചമർത്താൻ തുടങ്ങിയതോടെയാണ് അക്രമാസക്തമായത്. സംഘർഷത്തിൽ 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. 347 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക് 24. യുവതലമുറയുടെ ജൻസി വിപ്ലവമാണ് നേപ്പാളിലെ ജനാധിപത്യ സർക്കാരിന്റെ അടിത്തറ ഇളക്കിയത്. ഏകീകൃത സമരരൂപമോ സംഘടനയോ ഇല്ലാതെയാണ് സർക്കാരിനെ വീഴ്ത്തിയ സമരം. സമൂഹ മാധ്യമങ്ങൾ ലഭ്യമല്ലാതായതോടെയും സ്കൂൾ കോളേജ് യൂണിഫോമുകൾ ധരിച്ച ജൻസി തലമുറയിൽപ്പെട്ട 10,000-കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയ അത്യപൂർവ സമരത്തിനാണ് കാഠ്മണ്ഡു സാക്ഷ്യം വഹിച്ചത്. സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെയും രാജ്യത്ത് അഴിമതി സംസ്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് ഇന്നലെ രാവിലെ യുവാക്കൾ മാർച്ച് സംഘടിപ്പിച്ചതോടെയാണ് ജൻസി സമരം ശ്രദ്ധ നേടിയത്. പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള നിയന്ത്രിത മേഖലകളിലേക്ക് ബാരിക്കേഡുകൾ മറികടന്ന് പ്രക്ഷോഭകർ പ്രവേശിച്ചതോടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. 19 പേർ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സർക്കാർ പ്രതിരോധത്തിലായി. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ, മുൻ TV അവതാരകനും മുൻ ഉപപ്രധാനമന്ത്രിയുമായ റാബി ലാമിച്ചനെ തുടങ്ങിയ യുവ നേതാക്കൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അഴിമതി വിരുദ്ധ പ്രചാരണവും സമരക്കാർക്ക് പ്രചോദനമായെന്നാണ് വിലയിരുത്തൽ. സാമൂഹ്യ പ്രവർത്തകനായ 36-കാരൻ സുധൻ ഗുരുങ്ങാണ് സർക്കാരിനെ വീഴ്ത്തിയ സമരത്തിന്റെ ബുദ്ധികേന്ദ്രമായി കണക്കാക്കുന്നത്. 2015 ഭൂകമ്പത്തിന് ശേഷം രൂപീകരിച്ച യുവാക്കളുടെ NGO ആയ ഹാമി നേപ്പാളിന്റെ പ്രസിഡന്റാണ് സുധൻ ഗുരുങ്. സ്കൂൾ യൂണിഫോം ധരിച്ചും പുസ്തകങ്ങൾ കയ്യിലേന്തിയും പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാകാൻ ആയിരക്കണക്കിന് കുട്ടികളോട് സുധൻ ഗുരുങ് ആഹ്വാനം ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. നേപ്പാളിൽ പ്രക്ഷോഭം ശക്തമായതിന് പിന്നാലെ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ എത്തിയവരും കുടുങ്ങി. എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയതോടെ കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവരാണ് കുടുങ്ങിയത്. യാത്രക്കാർ അവരുടെ ലഗേജിനായി വിമാനത്താവളത്തിനകത്ത് പരക്കം പായുകയാണ്. കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അനുഭവം 24-മായി പങ്കുവയ്ക്കുകയാണ് മലയാളിയായ ഡോക്ടർ ജോബി ലക്കാട്. കാഠ്മണ്ഡു ഇന്റർനാഷണൽ എയർപോർട്ടിലെ സീനാണിപ്പോൾ കാണുന്നത്. എല്ലാ എയർലൈൻസും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നറിയിച്ചല്ലാതെ ഒരു സ്റ്റാഫ് പോലും നിലവിൽ ഇവിടെ അവൈലബിൾ അല്ല. ലഗേജ് മാത്രം ഇങ്ങനെ ഡംപ് ചെയ്തിട്ടുണ്ട്. ലഗേജ് എല്ലാം ഇങ്ങനെ ഡംപ് ചെയ്തിട്ടുണ്ട്. ലഗേജ് നേരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഏത് ഫ്ലൈറ്റിൻ്റെ ലഗേജ്, ആരുടെ ലഗേജ് എന്നുള്ള കാര്യം ഇനി ഇവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ ഫ്ലൈറ്റിൻ്റെയും ലഗേജ് ഇങ്ങനെ ഒരുമിച്ച് കൂടി വിട്ടിട്ടുണ്ട്. ആരുടെ ലഗേജാണ്, എവിടെയാണ്, ആരെ എന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഒരു കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ല. അതിന് ഒരു സ്റ്റാഫ് പോലും, ഒരു എയർലൈൻ സ്റ്റാഫ് പോലും ഇവിടെ ഗൈഡ് ചെയ്യാനോ ഒന്നുമില്ല. അരമണിക്കൂറത്തെ സേവനത്തിന് ശേഷം എൻ്റെ ലഗേജ് കിട്ടി. പക്ഷേ ലഗേജിന് പരതി നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ്, അല്ലെങ്കിൽ താമസം എവിടെയാണ്, അതേക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ല. നേപ്പാൾ എയർലൈൻസിന് മാത്രമല്ല പല എയർലൈൻസും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യനും ഇവിടെ കാണാനില്ല. ഇവിടെ
ആൾക്കാർ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണ്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ അല്ലാതെ ചെക്ക് ഇൻ ചെയ്ത ലഗേജ് എങ്ങനെ തിരിച്ചു കിട്ടും, എവിടെ നിന്ന് കിട്ടും, ഇതേക്കുറിച്ചൊന്നും ഒരു ഇൻഫർമേഷനും ആർക്കും ഇല്ല ഇതുവരെ. അതേസമയം പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ കൂടുതൽ മലയാളികൾ കുടുങ്ങി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നേപ്പാളിലെ പൊഖറയിലാണ് 7 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ പ്രക്ഷോഭകാരികൾ തീയിടുകയും ചെയ്തു. ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. കോഴിക്കോട് വെള്ളയിൽ അവിടെ ഉണ്ടായ മരണത്തിൽ ദുരൂഹത എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. പോലീസ് നാളെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കും. വെള്ളയിൽ ശാന്തിനഗറിൽ ആസിമിന്റെ മൃതദേഹമാണ് പുറത്തെടുത്ത് പരിശോധിക്കുന്നത്. ആസിം മരിച്ചത് മർദ്ദനത്തെ തുടർന്നാണ് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം വിശദാംശങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഈ പുതിയ വിവരങ്ങൾ എന്താണ്? ഈ മർദ്ദനത്തെ തുടർന്നാണ് ഈ ആസിം എന്നയാൾ മരിച്ചത് എന്ന വിവരം പോലീസിന് നൽകിയത് ആരാണ്? എന്താണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് നേരിട്ടാണ് ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് ബന്ധുക്കളുടെ മൊഴിയെടുത്തുകൊണ്ട് കേസിൻ്റെ അന്വേഷണം മാറ്റിയിരിക്കുന്നത്. അതായത് നേരത്തെ അസ്വാഭാവികമായ മരണത്തിന് മാത്രമായിരുന്നു കേസ്. അതായത് ഒരാൾ അസുഖത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു, ആ മെഡിക്കൽ കോളേജിൽ മരണം സംഭവിക്കുന്നു, അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. അതിന് ശേഷം ഇപ്പോൾ ഈ മരണത്തിന് കാരണം ഒരു മർദ്ദനം നടന്നിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്, മർദ്ദനമേറ്റ ഇൻറ്റേർണൽ ഇഞ്ചുറിയെ തുടർന്നാണ് ഈ മരണമുണ്ടായത് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. പോലീസിന് ആ വിവരം ലഭിച്ചതിന് ശേഷം വെള്ളയിൽ പോലീസ് ഈ കേസിൻ്റെ തുടരന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു. അതായത് മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം ഈ തോപ്പയിൽ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ മൃതദേഹം ഞായറാഴ്ച സംസ്കരിച്ചു കഴിഞ്ഞിരുന്നു. ആ സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ BNSലെ 196(2) പ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള കേസന്വേഷണ നടപടിയുടെ ഭാഗമായി ഇന്ന് രാത്രിയോടുകൂടി തന്നെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ SDMന്റെ ഉത്തരവോടുകൂടി നാളെ മൃതദേഹം പുറത്തെടുക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. നാളെ തോപ്പയിൽ ഖബർസ്ഥാനിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കും. അതിനുശേഷമുള്ള രാസപരിശോധന, ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ കേസിൻ്റെ മറ്റു ഗതികളിലേക്ക് കിടക്കുക. സ്വാഭാവികമായും മർദ്ദിച്ചത് ആരാണ്, അത് ആൾക്കൂട്ട മർദ്ദനമാണോ, മറ്റുള്ളതെല്ലാം പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസ് പറയുന്നത് ഇത് മർദ്ദനത്തെ തുടർന്നുള്ള, അതായത് ഒരു കൊലപാതക സ്വഭാവമുള്ള ഒരു മരണമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സ്വമേധയാ ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയും ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ദീപക്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച CP രാധാകൃഷ്ണനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയാണ്. നേരത്തെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ വസതിയിലെത്തിയായിരുന്നു പ്രധാനമന്ത്രി CP രാധാകൃഷ്ണനെ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മഹാരാഷ്ട്ര ഗവർണറായിരുന്ന CP രാധാകൃഷ്ണനെ NDAയുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയും അദ്ദേഹത്തോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതിനുശേഷം വോട്ടെണ്ണൽ കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം പ്രധാനമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ വസതിയിലെത്തി CP രാധാകൃഷ്ണനെ അഭിനന്ദിച്ചു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് പോലീസിനെതിരെയുള്ള കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ തുറന്നു പറച്ചിലുമായി മുൻ സൈനികരും രാഷ്ട്രീയ നേതാക്കളും സിനിമാ നിർമ്മാതാവും രംഗത്തെത്തി. ആരോപണങ്ങളോട് പുച്ഛത്തോടെയാണ് മധു ബാബുവിന്റെ പ്രതികരണം. തൃശ്ശൂരിലെ ഹോട്ടൽ ഉടമയ്ക്ക് പിന്നാലെ പീച്ചി മുൻ SI രതീഷിനെതിരെ സർക്കാർ ഉദ്യോഗസ്ഥനും മർദ്ദന ആരോപണവുമായി രംഗത്തെത്തി. 2 കോളറിലും കൂടി പിരിച്ച് വലിച്ചൊരു 50 മീറ്ററോളം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ബലമായിട്ട് കുനിച്ചു നിർത്തി എൻ്റെ മുട്ടുകൈക്ക് ഇടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. 2006 ജനുവരിയിൽ ചേർത്തല SI ആയിരിക്കെയാണ് സൈനികനായിരുന്ന സുബൈറിനെ കുടുംബത്തിന് മുന്നിൽ വെച്ച് മധുബാബു ക്രൂരമായി മർദ്ദിച്ചത്. നിയമ പോരാട്ടത്തിനൊടുവിൽ മധുബാബുവിനെ കോടതി ശിക്ഷിച്ചെങ്കിലും വകുപ്പുതല നടപടി ഉണ്ടായില്ല. പരാതി പറയാനെത്തിയ തന്നോട് മധുബാബു മോശമായി പെരുമാറിയെന്ന സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ. മധുബാബുവിനെതിരെ കൊല്ലം പത്തനാപുരം CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംജിദ് ഖാനും പത്തനംതിട്ടയിലെ മുൻ SFI നേതാവ് ജയകൃഷ്ണനും രംഗത്തെത്തി. ഇതിനിടെ വർഷങ്ങൾക്ക് മുൻപ് പിതാവ് പോലീസിൽ നിന്ന് നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയാണ് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ. ASP മനോജ് അബ്രഹാം നേതൃത്വം കൊടുത്ത ഒരു പോലീസ് മർദ്ദനത്തിൽ അച്ഛന് ഭീകരമായി പരിക്കേൽക്കുകയും നട്ടെല്ലും അതുപോലെ തന്നെ തലയ്ക്കും പെടലിക്കും ക്ഷതമേൽക്കുകയാണ്. ഹോട്ടലുടമയ്ക്ക് പിന്നാലെ തൃശൂർ പീച്ചി മുൻ SI രതീഷിനെതിരെ
കസ്റ്റഡി മർദ്ദന ആരോപണവുമായി എത്തിയത് മുണ്ടത്തിക്കോട് വില്ലേജ് അസിസ്റ്റന്റ് അസറാണ്. പ്രതീഷ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും SI ആയിട്ട് രതീഷും കൂടിയിട്ടാണ് എന്നെ മർദ്ദിച്ചത്. എന്നിട്ട് കളക്ടർക്ക് ഞാനിങ്ങനെ കേസിൽ പെട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അന്വേഷണ വിധേയമായിട്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടി. ഞാൻ 3.25 കൊല്ലാണ് പുറത്തിരുന്നത്. കള്ളക്കേസിന് പിന്നാലെ ജോലി നഷ്ടമായ അസർ നിയമപോരാട്ടത്തിന് ശേഷമാണ് ജോലിയിൽ തിരികെ കയറിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം പെരൂർക്കടയിലെ വ്യാജ മാലമോഷണ കേസിൽ പോലീസ് നുണക്കഥ മെനഞ്ഞെന്ന് ക്രൈംബ്രാഞ്ച്. നിരപരാധിയായ ബിന്ദുവിനെ മോഷ്ടാവായി ചിത്രീകരിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷനും കൈമാറി. നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരും എന്നാണ് കടുത്ത മാനസിക പീഡനം നേരിട്ട ബിന്ദുവിന്റെ പ്രതികരണം. പനയമുട്ടം സ്വദേശിയായ ബിന്ദു പേരൂർക്കടയിൽ വീട്ടിൽ ജോലിക്ക് നിന്ന സമയത്താണ് ഉടമയായ ഓമന ഡാനിയലിന്റെ സ്വർണ്ണമാല മോഷണം പോയത്. ഓമനയുടെ പരാതിയെ തുടർന്ന് ബിന്ദുവിനെ സ്റ്റേഷനിലെത്തിച്ച പേരൂർക്കട പോലീസ് ക്രൂരമായി പെരുമാറി. ബിന്ദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലയ്ക്ക് പുറത്തുള്ള DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു. തുടർന്ന് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരൻ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. ഓമനയുടെ വീട്ടിലെ സോഫയിൽ നിന്നാണ് മാല ലഭിച്ചത്. എന്നാൽ വീടിന് പുറത്തുനിന്ന് മാല കിട്ടിയെന്ന മൊഴി പറഞ്ഞാൽ മതിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഓമനയോട് ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അന്യായമായി കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് ഇങ്ങനെ ചെയ്തത്. ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത വിവരം CI ശിവകുമാറിന് അറിയാമായിരുന്നു. പോലീസ് കെട്ടുകഥയുണ്ടാക്കുകയായിരുന്നു. ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ബിന്ദുവിനെ അന്യായമായി തടവിൽ വെച്ചതിന് ശിവകുമാറിനെതിരെയും വ്യാജ പരാതിയിൽ ഓമനയ്ക്കെതിരെയും നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഈ ഓമന ഡാനിയൽ മാല കിട്ടിയെന്നുള്ള വിവരം വന്ന് സ്റ്റേഷനിൽ വന്ന് പ്രസന്നോടും പറഞ്ഞിട്ടും അത് ആ കുറ്റം എൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടിത്തരയായിരുന്നു. പിന്നോട്ട് പോവില്ല, മുന്നോട്ട് തന്നെ പോകും. നീതി കിട്ടുന്നത് വരെ ഞാൻ പോരാടും. ഒരു ജോലിയിൽ നിന്ന് വരെ പിരിച്ചുവിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിലവിൽ SI പ്രസാദ് അടക്കം 2 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ്. ആരോപണ വിധേയരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു തുടക്കം മുതൽ പേരൂർക്കട പോലീസ് സ്വീകരിച്ചത്. ബിന്ദുവിന്റെ പരാതിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ വിവാദം. ഗുരുതര വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. തന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് സ്വർണ്ണപ്പാളി ഇളക്കിയത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ മറുപടി. ഓണക്കാലത്തെ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചതിനു ശേഷമാണ് ശ്രീകോവിലിന് മുന്നിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി ഇളക്കിയത്. സംഭവം ഗുരുതര വീഴ്ച എന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് നടത്തണമെന്ന കോടതി നിർദ്ദേശം ലംഘിച്ചെന്നും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ദ്വാരപാലക ശില്പത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് അറ്റകുറ്റപ്പണിക്കായി മാറ്റിയത് എന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണം. ഇതിന് ബോർഡും ക്ഷേത്രതന്ത്രിയും അനുമതി നൽകിയിരുന്നു. തിരുവാഭരണം കമ്മീഷണർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പോലീസ്, വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. വാർത്തകൾക്ക് പിന്നിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് അവമതിപ്പുണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഘടിത ഗൂഢശ്രമമാണെന്നും ദേവസ്വം ബോർഡ് ആരോപിച്ചു. 24, തിരുവനന്തപുരം. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ ജലരാജാക്കന്മാരായി കോറ്റാത്തൂർ കൈതക്കൊടിയും മേലുകരയും. A ബാച്ചിൽ മേലുകര പള്ളിയോടം ഒന്നാമതെത്തിയപ്പോൾ B ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കൊടി വിജയികളായി. A, B ബാച്ചുകളിലായി 50 പള്ളിയോടങ്ങളാണ് പമ്പയാറ്റിൽ മാറ്റുരച്ചത്. ഹർഷാരവത്തിൽ മുങ്ങിയ പമ്പയുടെ ഇരുകരകളെയും സാക്ഷിയാക്കി ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് പള്ളിയോടങ്ങൾ മുന്നേറി. 1200 മീറ്റർ ദൂരം പമ്പയുടെ ഓളങ്ങളിൽ കൃത്യമായി തുഴയെറിഞ്ഞാണ് മേലുകരയും കോറ്റാത്തൂർ കൈതക്കൊടിയും മന്നം ട്രോഫി സ്വന്തം കരയിലേക്ക് എത്തിച്ചത്. അൻപത്തിയൊന്ന് പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയുടെ ഭാഗമായെങ്കിലും 50 പള്ളിയോടങ്ങളാണ് മത്സരിച്ചത്. A, B ബാച്ചുകളായിട്ടായിരുന്നു മത്സരം. ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം അർക്കനേവനെപ്പോഴും കാത്തു നിൽക്കുകയാണ്. സമ്മാനം അടഞ്ഞിട്ട് പോലും പക്ഷികൾ കൂടുതലില്ല. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ മത്സരം സമാപിച്ച ശേഷം സംഘർഷവും ഉണ്ടായി.
എ ബാച്ച് ഫൈനലിൽ രണ്ടാമത് ഫിനിഷ് ചെയ്തിട്ടും 4ാം സ്ഥാനമേ ലഭിച്ചുള്ളൂ എന്ന വിഷയം ഉയർത്തി ഇടശ്ശേരി മലക്കിഴക്ക് കരക്കാരുടെ പ്രതിഷേധം. ഉത്രട്ടാതി വള്ളംകളി സമാപിച്ചതോടെ ഇത്തവണത്തെ ആറന്മുളക്കാരുടെ ഓണാഘോഷങ്ങൾക്കും അവസാനം. ഇനി 1 വർഷം നീണ്ട കാത്തിരിപ്പാണ്. 24 പത്തനംതിട്ട. ഓണക്കാലത്ത് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. 11 ദിവസത്തെ വിൽപ്പനയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 78.67 കോടി രൂപയാണ് അധിക വരുമാനമുണ്ടായത്. സംസ്ഥാനത്തെ 20 ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ നാളെ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മദ്യക്കുപ്പിക്ക് 20 രൂപ ഡെപ്പോസിറ്റ് ഈടാക്കും. അവിട്ടം ദിനത്തിലെ കണക്കുകൾ കൂടി പുറത്തുവന്നതോടെ മദ്യവിൽപ്പന സർവകാല റെക്കോർഡിലേക്കെത്തി. ഉത്രാട ദിനത്തിലായിരുന്നു കച്ചവടം കൂടുതൽ പൊടിപിടിച്ചത്. 137.64 കോടി. മലപ്പുറം ജില്ലയിലെ തിരൂർ ഷോപ്പിലാണ് കൂടുതൽ കച്ചവടം, 6.41 കോടി. രണ്ടാമത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റ്, 6.40 കോടി. ഇതിനിടെ തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 20 ഔട്ട്ലെറ്റുകളിൽ പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് 20 രൂപ അധികം നൽകണം. ഒഴിഞ്ഞ മദ്യക്കുപ്പി തിരികെ നൽകിയാൽ പണം തിരിച്ചു നൽകും. ഒക്ടോബർ 1 തൊട്ട് എല്ലാ ഷോപ്സിലെ ബാഗ്സ് ഞങ്ങൾ സപ്ലൈ ചെയ്തിരിക്കും. അന്ന് തൊട്ട് പിന്നെ ന്യൂസ് പേപ്പറുടെ ഈ പരിപാടി ഇല്ല. അപ്പോൾ കസ്റ്റമേഴ്സ് വേണമെങ്കിൽ സ്വന്തം പൈ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇത് വാങ്ങാം. അടുത്ത മാസം മുതൽ മദ്യം വാങ്ങാനെത്തുന്നവർ ബാഗ് കൊണ്ടുവരികയോ ബെഫ്കോയുടെ ക്യാരി ബാഗ് പണം മുടക്കി വാങ്ങുകയോ ചെയ്യണം. ഓണക്കാലത്തെ ലഹരിക്കടത്ത് തടയാൻ എക്സൈസ് നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായത് 1457 പേരാണ്. ലഹരിക്കടത്തിന് ഉപയോഗിച്ച 45 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 242 കിലോ കഞ്ചാവും 185 കഞ്ചാവ് ചെടികളും പിടികൂടി. 234 ഗ്രാം ഹെറോയിൻ, 44 ഗ്രാം ബ്രൗൺ ഷുഗർ, 1.5 കിലോ ഹാഷിഷ് ഓയിലും പിടികൂടി. MDMAയും LSDയും മെത്താഫെറ്റമിനും പിടികൂടിയിട്ടുണ്ട്. 21 ലക്ഷം രൂപ പിഴയായി ഈടാക്കി. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്ക് ഒലിവ് സുനോ ഇനി ബഹ്റിനിലും. ബഹ്റിനിലെ മലയാളി ശ്രോതാക്കളിലേക്ക് റേഡിയോ സുനോ 87.6 FM എത്തി. ബഹ്റിനിലെ ആദ്യ 24/7 മലയാളം റേഡിയോ ചാനലാണ് റേഡിയോ സുനോ 87.6 FM. ബഹ്റൈൻ മലയാളികൾക്ക് ഒലീവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെ ഓണസമ്മാനം. കേട്ട് കൂട്ടുകൂടാൻ റേഡിയോ സുനോ 87.6 FM ശ്രോതാക്കളിലേക്കെത്തി. ബഹ്റൈനിലെ ആദ്യ 24/7 മലയാളം റേഡിയോ ചാനലാണ് 87.6 FM. ഞാൻ 8 വർഷം മുമ്പ് ബോബി എടുത്തൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആവില്ല. ബട്ട് യെസ്, വെരി സാറ്റിസ്ഫൈങ് ബിക്കോസ് FM റേഡിയോ മേഖലയിൽ അനുഭവ സമ്പത്തുള്ള മികച്ച ടീമാണ് റേഡിയോ സുനോ 87.6 FMന് പിന്നിൽ. ആദ്യ ദിനം കേരളത്തിലേക്കുള്ള യാത്ര ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ ശ്രോതാക്കൾക്ക് നൽകിയായിരുന്നു ആഘോഷ തുടക്കം. ഇനി ബഹ്റൈന്റെ ആഘോഷാരവങ്ങളിൽ 87.6 FMഉം. I think it's a small step that we have taken back in Bahrain, and I think it will be a success. ഞാനൊരു ഭയങ്കര ക്ലീഷേ ഡയലോഗ് എപ്പോഴും പറയാറുണ്ട്. We have been blessed with a fantastic team. 24 ബഹ്റൈൻ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.